ജാതി അധിക്ഷേപ പരാതി നിലനിൽക്കുന്നതിനിടെ കേരള സർവകലാശാല ഡീനിന് പുതിയ പദവി. പോണ്ടിച്ചേരി സർവകലാശാല കോർട്ടിൽ പ്രൊഫസർ വിജയകുമാരിയെ നാമനിർദ്ദേശം ചെയ്തു. രാഷ്ട്രപതിയാണ് നാമനിർദ്ദേശം ചെയ്തത്. കേന്ദ്ര സർവകലാശാലകളിലെ പരമോന്നത സമിതിയാണ് കോർട്ട്. ബിജിൻ വായാന്തോട് ചേരുന്നു. ബിജിൻ, എന്തടിസ്ഥാനം എന്നുള്ളത്, അതായത് എന്ത് മാനദണ്ഡത്തിലാണ് ഇതിനൊക്കെ പരിഗണിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം ബാക്കി നിർത്തിക്കൊണ്ടാണ് പുതിയ നിയമനം കൂടി ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങൾ. തന്നെ എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചർച്ച ചെയ്യേണ്ടത് പൊതുസമൂഹം തന്നെയാണ്. എന്തായാലും നിലവിൽ ജാതി അധിക്ഷേപ പരാതി ഒക്കെ നിലനിൽക്കുന്നതിനിടയിലാണ് പ്രൊഫസർ വിജയകുമാരിക്ക് ഇങ്ങനെ ഒരു പദവി നിലവിൽ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് എന്നതാണ്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ കോർട്ടിലേക്കാണ് വിജയകുമാരിയെ ഇപ്പോൾ രാഷ്ട്രപതി തന്നെ നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പരമോന്നതമായ, അതായത് കേന്ദ്ര സർവകലാശാലകളിലെ പരമോന്നത പദവിയാണ് നിലവിൽ ഈ കോർട്ട് എന്ന് പറയുന്നത്. ആ കോർട്ടിലേക്കാണ് 3 വർഷത്തേക്ക് ഉള്ള പ്രതിനിധിയായി നിലവിൽ വിജയകുമാരിയെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത്. നേരത്തെ ഈ വിപിൻ വിജയൻ എന്നുള്ള PhD വിദ്യാർത്ഥിയുടെ പരാതിയിലാണ് ഇവർക്കെതിരെ നിലവിൽ ജാതി അധിക്ഷേപ പരാതി നിലനിൽക്കുന്നത്. സംസ്കൃതത്തിൽ PhD ചെയ്യാനായി അതിൻ്റെ ഓപ്പൺ ഫോറത്തിൽ നടത്തിയ പ്രസംഗത്തിലും ചോദ്യോത്തരവേളയിലും ഒക്കെ വിപിൻ വിജയന് ഈ സംസ്കൃതം അറിയില്ല എന്നുള്ളതായിരുന്നു VC-ക്ക് വിജയകുമാരി നൽകിയ റിപ്പോർട്ട്. അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. MPhil ഉൾപ്പെടെയുള്ളവ സംസ്കൃതത്തിൽ തന്നെ ചെയ്ത വിപിൻ വിജയന് എങ്ങനെ ഈ സംസ്കൃതം അറിയില്ല എന്ന് വിജയകുമാരി കാണിക്കും എന്നുള്ളതായിരുന്നു വലിയ തരത്തിലുള്ള വിവാദമായി മാറിയത്. അതിന് ഇടയിലാണ് ഈ ജാതി അധിക്ഷേപ പരാതി വിപിൻ വിജയന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പലതവണ തന്നെ HOD റൂമിലേക്ക് പോലും കയറ്റാതെ ജാതി അധിക്ഷേപം നടത്തി താൻ താഴ്ന്ന ജാതിക്കാരനാണ് എന്ന് പലതവണ പറഞ്ഞ് അധിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ള നിലയിലുള്ള പരാതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സെനറ്റ് യോഗത്തിലും ഒപ്പം തന്നെ സിൻഡിക്കേറ്റ് യോഗത്തിലുമൊക്കെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇടതുപക്ഷങ്ങൾ ഉയർത്തുകയും ഒപ്പം തന്നെ BJP അംഗങ്ങൾ വിജയകുമാരിക്ക് പിന്തുണ നൽകി രംഗത്തെത്തുകയും അത് സർവകലാശാല ക്യാമ്പസിനകത്ത് പ്രതിഷേധത്തിലേക്കും കയ്യാങ്കളിയിലേക്കുമൊക്കെ എത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ വിവാദമായ ജാതീയധിക്ഷേപ പരാതി നിലനിൽക്കുന്നതിന് ഇടയിലാണ് നിലവിൽ ജാതീയധിക്ഷേപം നടത്തി എന്ന് പറയപ്പെടുന്ന വിജയകുമാരിക്ക് ഇത്രയും വലിയ ഒരു പരമോന്നത സമിതിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നത്, അതിലെ പരമോന്നത സമിതി അംഗമാക്കി മാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു കാണേണ്ടത്. എന്തായാലും തന്നെ ആദ്യം ചോദിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. എന്താണ് ഇതിൻ്റെ മാനദണ്ഡം? ഇപ്പോൾ വിജയകുമാരിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു പരമോന്നത സമിതിയിൽ, കേന്ദ്ര സർവകലാശാലയുടെ പരമോന്നത സമിതിയിലേക്ക് പ്രാതിനിധ്യം ലഭിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചാൽ ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് മറുപടി. വലിയ തരത്തിലുള്ള പരാതിയും ഒപ്പം തന്നെ പോലീസ് കേസും തിരിച്ചുള്ള കേസും ഇന്നും ഉൾപ്പെടെ കാര്യവട്ടം ക്യാമ്പസിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം വിജയകുമാരിക്കെതിരെ ഉയരുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. SFI ആണ് ഇവർക്കെതിരെ വലിയ പ്രതിഷേധം ഉയർത്തിയത്. അതൊക്കെ നിലനിൽക്കുന്നതിനിടയിലാണ് നിലവിൽ വിജയകുമാരിക്ക് കോർട്ടിലേക്ക്, കേന്ദ്ര സർവകലാശാലയിലെ കോർട്ട് എന്ന പരമോന്നത ബോഡിയിലേക്ക് ഉള്ള പ്രാതിനിധ്യം ലഭിച്ചിരിക്കുന്നത്. ശരി വിജയൻ.